ഹലോ, എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്പിനേലിൽ കണ്ട ജീവിതത്തിൽ ഭാഗ്യം തെളിയുവാനും ഗ്രഹദോഷങ്ങൾ ഇല്ലാതാക്കുവാനുമുള്ള വ്യാഴഗ്രഹത്തിന്റെ, അതായത് ഗുരു ബൃഹസ്പതി ഭഗവാന്റെ ഗായത്രി മന്ത്രവും നവഗ്രഹ സ്തോത്രത്തിലെ വ്യാഴസ്തോത്രവുമാണ് കേട്ടോ. ചില ആളുകൾക്ക് വ്യാഴഗ്രഹമായിരിക്കും ദോഷമായിട്ടുണ്ടാവുക. ആ ഒരു സമയത്തൊക്കെ ഈ മന്ത്രം ജപിച്ചാൽ തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി മന്ത്രം പറഞ്ഞു തരാം. ആദ്യം ഗായത്രി മന്ത്രം പറഞ്ഞു തരാം. ഓം ഋഷഭധ്വജായ വിദ്മഹേ കൃണിഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദയാത്. ഇനി നവഗ്രഹ സ്തോത്രത്തിലെ വ്യാഴസ്തോത്രം പറഞ്ഞു തരാം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തന്നമാമി ബൃഹസ്പതി. രണ്ട് മന്ത്രങ്ങളും വേണമെങ്കിൽ ജപിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഒന്ന് വേണമെങ്കിൽ, അതായത് ഒന്ന് മാത്രമായിട്ട് വേണമെങ്കിൽ ജപിച്ചോളൂ, അതും ഒരു പ്രശ്നമില്ല കേട്ടോ. എങ്ങനെയാണോ പ്രേക്ഷകർക്ക് സൗകര്യം അങ്ങനെ ചെയ്തോളൂ. പക്ഷേ ആദ്യമായിട്ട് ജപിക്കേണ്ടത് വ്യാഴം ദിവസത്തിലാവണം. കാരണം ഭഗവാന്റെ ദിവസം വ്യാഴമാണ്, ബൃഹസ്പതി ഭഗവാന്റെ. അപ്പോൾ ആ ഒരു ദിവസം ജപിച്ചോളൂ കേട്ടോ. കാരണം വ്യാഴഗ്രഹമല്ലേ. നാരായണനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. മാത്രമല്ല മഞ്ഞ പുഷ്പങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിച്ചോളൂ. തീർച്ചയായിട്ടും എന്തൊക്കെയാണോ, അതായത് വ്യാഴഗ്രഹം മൂലം പ്രശ്നങ്ങൾ നേരിടുന്നത്, അതെല്ലാം തീർന്നു കിട്ടിക്കോളൂ കേട്ടോ. വ്യാഴം പിഴച്ചാൽ എല്ലാം പിഴച്ചു എന്നാണ് പറയാ. അപ്പോൾ നമ്മളെല്ലാവരും വ്യാഴഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി വ്യാഴഗ്രഹത്തെ നന്നായിട്ട് പ്രീതിപ്പെടുത്തണം. എന്തെങ്കിലും ദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളവർ ജപിച്ചോളൂ, അല്ലാത്തവർക്കും ജപിക്കട്ടോ. അത്യധികം ഐശ്വര്യപൂർണ്ണമാണ് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ. അതായത് നവഗ്രഹ സ്തോത്രം തന്നെ പറ്റുമെങ്കിൽ പ്രേക്ഷകർ ഒരു വട്ടമെങ്കിലും ജപിച്ചോളൂ. 9 തവണ ജപിക്കാൻ കഴിഞ്ഞാൽ ഉത്തമമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചോളൂ കേട്ടോ. അത്രയൊക്കെ നമുക്കൊക്കെ സമയം കിട്ടുള്ളൂ. വളരെ ഉത്തമമാണ് നവഗ്രഹ സ്തോത്രം. ഒരു ശീലമാക്കിയാൽ അതിരാവിലെ സൂര്യന് ജലതർപ്പണമൊക്കെ ചെയ്താലും ഉത്തമമാണ് കേട്ടോ. ശിവോഹൻ ചിന്നു ചാനലിൽ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു സൂര്യദേവന്റെ മന്ത്രത്തെ കുറിച്ചിട്ട്. അങ്ങനെ അത് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് കണ്ടോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശിവോഹൻ ചിന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ബൃഹസ്പതി ഭഗവാന്റെ കൃപാകടാക്ഷം എന്നെന്നും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്